നമസ്കാരം. കൽക്കി 2898 AD ട്രെയിലർ റിയാക്ഷനിലേക്കും പ്രഡിക്ഷനിലേക്കും എക്സ്പെക്ടേഷനിലേക്കും എല്ലാവർക്കും സ്വാഗതം. കൽക്കി 2898 AD അതായത് കഥ നടക്കുന്നത് 2898 AD-യിലാണ്. അതായത് നമ്മുടെ 2024 നിന്നും ഒത്തിരി വർഷങ്ങൾക്കപ്പുറം ഫ്യൂച്ചറിലാണ് ഈ കഥ നടക്കുന്നത്. മഹാഭാരത കഥയുടെയൊക്കെ എൻഡിൽ കലിയുഗത്തിന്റെ ആരംഭത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഈ കഥ നടക്കുന്നത്, അതായത് പ്രസന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചറാണ്. 2898 AD ആണ് ഈ കഥ നടക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാശിയിലാണ്. പടം റിലീസിന് മുൻപായി ഇറക്കിയ ട്രെയിലർ കണ്ടാൽ നമുക്ക് അത്രയ്ക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഫീൽ ചെയ്യില്ല. നമുക്കുണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വലിയ വലിയ നടന്മാരെ കാണുന്നു എന്നുള്ള എക്സൈറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ VFX ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിക്കുള്ള VFX ഒക്കെ കാണിക്കുന്നുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഡ്യൂൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമയാണ്. അതിന്റെ ആ ഒരു കളറും ആ ഒരു ഫീലൊക്കെയാണ് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കഥയിൽ കഥാപാത്രങ്ങളായി വരുന്നവർ ആരൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായും നമുക്കറിയാം പ്രഭാസ് എന്ന് പറയുന്ന നടന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൂവിയാണ്. അതേപോലെ പ്രഭാസ് ആണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രമായി വരുന്നതെന്നും നമുക്കറിയാം. പ്രഭാസിന്റെ കഥാപാത്രത്തിന്റെ പേര് ഭൈരവ എന്നാണ്. ഭൈരവ എന്ന് പറഞ്ഞാൽ ശിവന്റെ തന്നെ മറ്റൊരു പേരാണ്. കൽക്കി എന്ന സിനിമയുടെ പേരുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം കൽക്കി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം, 10ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള അവതാരമാണ്. ആ അവതാരം ഇതുവരെ വന്നിട്ടില്ല. അതായത് ദ്വാപര യുഗത്തിൽ കൃഷ്ണന്റെ അവതാരത്തിന് ശേഷം ഇനി വരാൻ പോകുന്ന അവതാരം കലിയുഗത്തിന്റെ അവസാനത്തിൽ വരാൻ പോകുന്ന അവതാരം എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അവതാരമാണ് കൽക്കി. ആ അവതാരത്തോടുകൂടി ഈ ഭൂമി നശിക്കും, അല്ലെങ്കിൽ കലിയുഗം അവസാനിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ ട്രെയിലറിൽ നമ്മൾ കണ്ട മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് അമിതാഭ് ബച്ചന്റെ കഥാപാത്രമാണ്. അമിതാഭ് ബച്ചന്റെ കഥാപാത്രത്തിന്റെ പേര് അശ്വത്ഥാമാവാണ്. അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് മഹാഭാരത കഥയിലുള്ള ഏറ്റവും നികൃഷ്ടമായ ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് എങ്ങനെ നികൃഷ്ടമായ കഥാപാത്രമായി എന്ന് ചോദിക്കുകയാണെങ്കിൽ, മഹാഭാരത യുദ്ധത്തിന് ശേഷം കൗരവർ പരാജയപ്പെടുകയും പാണ്ഡവർ ജയിക്കുകയും ചെയ്തു. ജയിച്ച് എല്ലാം സെറ്റിലായി എന്ന് വിചാരിച്ച് എല്ലാവരും സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്ത് അവരറിയാതെ അവരുടെ ക്യാമ്പിൽ, അവരുടെ കൂടാരങ്ങളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്ന ആളുകളെയെല്ലാം വെട്ടിക്കൊലപ്പെടുത്തി, ആണുങ്ങളെ എല്ലാവരും വെട്ടിക്കൊലപ്പെടുത്തി ആരുമില്ലാതാക്കി. അവസാനം ഈ 5 പേര് മാത്രം എന്നുള്ളൊരു രീതിയിലോട്ടൊക്കെ തന്നെ, അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരെയൊക്കെ കൊന്ന് നശിപ്പിച്ച് കളയുന്ന ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമാവ്. അദ്ദേഹത്തെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൃഷ്ണൻ ഒരു ശാപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നീ നശിക്കും, നീ മരിക്കില്ല, നീ മരിക്കാതെ കിടന്ന് നരകിക്കും, നീ യുഗങ്ങളോളം മരിക്കാതെ, അല്ല നീ വർഷങ്ങളോളം നീ മരിക്കാതെ അലഞ്ഞു നടക്കും, നിന്റെ ശരീരത്ത് മുഴുവൻ പുണ്ണും ഒക്കെ വന്ന് നീ ഭയങ്കരമായിട്ട് നീ പീഡനങ്ങൾ അനുഭവിച്ച് നീ മരിക്കാതെ അലഞ്ഞു നടക്കും എന്നുള്ളൊരു ശാപം കൊടുത്ത് അശ്വത്ഥാമാവിനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. മഹാഭാരത കാലം തൊട്ട് ഭൂമി അവസാനിക്കുന്നത് വരെ ജീവനോടെ ഇരിക്കാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ നിന്നും ഫ്യൂച്ചറിലോട്ടുള്ള ഒരു ലിങ്ക് ആണ് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. അദ്ദേഹം മരിക്കാതെ നരകിച്ച് ജീവിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാഭാരതം വിശ്വസിക്കുന്നവര് അതൊരു കഥയാണ്, അതല്ല ആ കഥയാണെങ്കിൽ പോലും ആ കഥയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇന്നും മരിക്കാതെ പലയിടത്തും നരകിച്ച് അലഞ്ഞു നടക്കുന്നു എന്നൊരു കൺസെപ്റ്റാണ് അശ്വത്ഥാമാവിനുള്ളത്. ആ അശ്വത്ഥാമാവിന്റെ കഥാപാത്രമായാണ് അമിതാഭ് ബച്ചനെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് കമലഹാസനാണ്. കമലഹാസൻ കലിയായിട്ടാണ്, അതായത് കലിയുഗത്തെ ഒരു മനുഷ്യനായി പ്രതിദാനം ചെയ്യുകയാണെങ്കിൽ ആ കലിയായിട്ടാണ് കമലഹാസൻ. കലി എന്നല്ല അദ്ദേഹത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് 2898 AD-യിൽ ഭരിക്കുന്ന രാജാവായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഒരു ഡിവൈൻ പവറൊക്കെ ഒരു ദൈവത്തെ പോലത്തെ ഒരു രാജാവായിട്ടാണ് കാണിക്കുന്നത്. അത് ഏകദേശം കലിയുഗത്തിന്റെ ഒരു ഹ്യൂമൻ റെപ്രസെന്റേഷൻ ആവാനാണ് സാധ്യത. നമുക്ക് കൃത്യമായിട്ട് പടം കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കമലഹാസനാണ് അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം. ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ദീപിക പത്കോണാണ്. ദീപിക പത്കോൺ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ശോഭനയുടെ കഥാപാത്രത്തിന്റെ പേര് മറിയം എന്നാണ്. മറിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുക്രിസ്തുവിന്റെ അമ്മയായ മേരി ആണോ എന്ന് നമുക്കറിയില്ല. മറിയം എന്നാണ് കഥാപാത്രത്തിന്റെ പേര് നമുക്ക് നമ്മളതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കുമ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ ട്രെയിലറിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ്, ആ ദൈവം ഇപ്പോൾ നിന്റെ ഗർഭാശയത്തിനകത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവമാണെന്നും ആ ദൈവം മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നതാണോ ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും ശോഭനയുടെ കഥാപാത്രത്തിന്റെ പേര് മറിയം എന്നാണ്. പിന്നെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ, മെയിൻലി മലയാളികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഉണ്ട് എന്ന് പറയുന്നു. ട്രെയിലറിൽ നിന്ന് നമ്മൾ കണ്ടില്ല. കീർത്തി സുരേഷ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസ് ആയിട്ടുള്ള അന്നാബെൻ
അന്നാബെൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ പിന്നെ പശുപതി ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ തെലുങ്കിലെ കുറെ നടന്മാർ വരുന്നുണ്ട്. ഈ പടം സംവിധാനം ചെയ്യുന്നത് നാഗ് അശ്വിനാണ്. മഹാനടി പോലത്തെ പടങ്ങളൊക്കെ സംവിധാനം ചെയ്യുന്നത് നാഗ് അശ്വിനാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത്. പടം നിർമ്മിക്കുന്നത് നാഗ് അശ്വിന്റെ തന്നെ അമ്മായിച്ചനായിട്ടുള്ള അശ്വിനി ദത്താണ്. അശ്വിനി ദത്ത് എന്ന് പറഞ്ഞാൽ തെലുങ്കിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിലിം പ്രൊഡ്യൂസറാണ്. അദ്ദേഹമാണ് ദുൽഖറിനെയൊക്കെ വെച്ച് സീതാരാമൻ പോലത്തെ ഹിറ്റ് മൂവീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പടത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 600 കോടിയാണ്. ഈ 600 കോടിയിൽ തന്നെ ഏകദേശം പകുതിയോളം 300 കോടിയോളം നമ്മുടെ നടന്മാരുടെ എല്ലാവരുടെയും സാലറി ആയിട്ടൊക്കെ തന്നെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെയുള്ളൊരു 300 കോടിയിൽ ഏകദേശം 3/4 ഭാഗവും വിഷ്വൽ എഫക്ട്സിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ പടം വരുന്നത്. അതൊക്കെ ഈ ഫാക്ടേഴ്സ് എല്ലാമാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ട്രെയിലറിൽ നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ പടത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേര് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇനി പടത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പടം എത്രത്തോളം സക്സസ് ആകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു ക്യാൻവാസിൽ വരുന്നൊരു പടമാണ്. അതിന് എന്തായാലും ഒരു മിനിമം ഗ്യാരണ്ടി ആ പടത്തിന് ഉണ്ടാകും. എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു മലയാളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പടത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ എന്നൊക്കെ പറയുന്നത് രാജമൗലിയുടെ സിനിമകൾ, ശങ്കറിന്റെ സിനിമകൾ, പ്രശാന്ത് നീലിന്റെ സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് നമ്മൾ ബിഗ് ബഡ്ജറ്റിൽ കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ രാജമൗലിയുടെയും ശങ്കറിന്റെയും പടങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ഡാർക്ക് രീതിയിലായിരിക്കില്ല പടങ്ങൾ. അതെല്ലാം വളരെ പ്ലസന്റ് ആൻഡ് കളർഫുൾ ആയിരിക്കും. അതിൽ പ്രണയം ഉണ്ടാവും, പാട്ടുണ്ടാവും, കുറെ കോമഡി ഉണ്ടാവും, അതിൻ്റെ കൂടെ മാസം ഉണ്ടാവും. നമ്മളൊരു മാസം മാത്രമായിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് പടം എത്രത്തോളം നമ്മുടെ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് ഇതുവരെ നമുക്ക് അറിയില്ല. അങ്ങനെ സ്വീകരിച്ച ഒരു പടം എന്ന് പറയുന്നത് KGF ആണ്. KGF 1 and 2 വളരെ നല്ലൊരു സ്വീകരണമായിരുന്നു ഓൾ ഓവർ ഇന്ത്യ കൊടുത്തത്. അതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ പോയൊരു പടം തന്നെയാണ്. അതേപോലെ ഇതും പാൻ ഇന്ത്യൻ ലെവലിൽ പോകുമായിരിക്കും. പക്ഷേ ഇതേപോലത്തെ ഒരു കൊമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് എല്ലാം ഈ പടത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ട്രെയിലറിൽ നമുക്ക് അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ഫാക്ടേഴ്സ്, അതായത് പാട്ട്, ഡാൻസ്, കോമഡി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു മലയാളി പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പടത്തിന്റെ ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം കൊമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് പടത്തിലുണ്ട് എന്ന് നമുക്കറിയില്ല. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ, മെയിൻലി മലയാളികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 വർഷം മുമ്പ് തന്നെ നമുക്ക് 30 വർഷത്തിന് മുമ്പേ തന്നെ നമുക്ക് ഈ മഹാഭാരതമായിട്ടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ ഒത്തിരി കേരളത്തിൽ ഹിറ്റായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 2-ാം ഊഴം പോലത്തെ കഥകൾ കേരളത്തിൽ ഹിറ്റായിട്ടുണ്ട്. ആ കഥകളൊന്നും ഇതിനെ ഒത്തിരി ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ഒത്തിരി ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കഥകളല്ല വന്നിട്ടുള്ളത്. എല്ലാം അതിനെ നാച്ചുറലൈസ് ചെയ്ത് അതൊക്കെ സാധാരണ മനുഷ്യരാണ്, ദൈവികമായ പരിവേഷങ്ങളിൽ അഴിച്ചു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഏകദേശം മലയാളിക്ക് ഇഷ്ടവും അങ്ങനെ കാണാനാണ്. കാരണം മലയാളി സമൂഹത്തിന്റെ ഏകദേശം ഒരു 50% കൂടുതൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരല്ല, കൂടുതലും യുക്തിവാദികളോ അല്ലെങ്കിൽ അത്ര കണ്ട് ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരല്ല. അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ലൈഫിന്റെ പാർട്ടാണ് എന്നും വിചാരിച്ച് മാത്രം കാണുന്നവരാണ്. അല്ലാതെ ഇതിന്റെ ഉള്ളിൽ വലിയ വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ഇല്യൂമിനാറ്റി പോലത്തെ സെറ്റപ്പ് ഇതിനകത്തുണ്ട് എന്നൊന്നും വിചാരിക്കുന്ന ആൾക്കാരല്ല മലയാളികൾ പൊതുവെ. അതുപോലെ മലയാളിക്ക് ഇഷ്ടവും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു കഥ, അതായത് നോർമൽ ദൈവികമായ സംഭവം കഴിഞ്ഞിട്ട് ഇന്നും നമ്മളറിയാതെ ഒരു പാരലായിട്ട് വേറൊരു ടീം ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിനി ഫ്യൂച്ചറിലോട്ടും പോകും, ലോകത്തെ രക്ഷിക്കും, ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റൊക്കെ മലയാളികളിൽ എത്രത്തോളം വർക്കൗട്ട് ആകും എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പടത്തിന്റെ അവസ്ഥ എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മാസും VFX കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പടം കാണാൻ പോകുമായിരിക്കും. അല്ലാതെ ഈ പടത്തിന് എത്രത്തോളം ക്രിറ്റിക്കലി നല്ലൊരു അഭിപ്രായം കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രഭാസ് എന്ന് പറഞ്ഞ നടനെ മലയാളത്തിൽ അത്രത്തോളം ഫാൻസ് ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം വിജയ്ക്കോ സൂര്യക്കോ അല്ലെങ്കിൽ തെലുങ്കിലാണെങ്കിൽ അല്ലു അർജുനോ ഒക്കെ ഉള്ളതുപോലത്തെ ഒരു ഫാൻ ബേസ് പ്രഭാസിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ബാഹുബലിയിലൂടെ ഒരു ഫാൻ ബേസ് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പടങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാത്ത പടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് മങ്ങി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേയിൽ ഒരു വലിയ പുഷിംഗ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. എന്തായാലും ഇതൊക്കെയാണ് ഈ പടത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ പ്രതീക്ഷകൾ. അതായത് എത്രത്തോളം മഹാഭാരത കഥയിൽ നിന്ന് ആരംഭിച്ച് ഫ്യൂച്ചറിൽ പോയി അവസാനിക്കുന്ന ഒരു പടം മലയാളികൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പാൻ വേൾഡിൽ അത് സ്വീകരിക്കുമായിരിക്കും. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതേപോലത്തെ കഥകൾ അല്ലെങ്കിൽ രാമായണ കഥകൾക്കൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ളതാണ്. നോർത്ത് ഇന്ത്യയിലെല്ലാം രാമായണ കഥകൾ അല്ലെങ്കിൽ മഹാഭാരത കഥകൾ അതിന് വ്യത്യസ്തമായ രീതിയിൽ കുറച്ചുകൂടെ ഹൈപ്പ് കൊടുത്ത് ഉണ്ടാക്കുന്ന രീതികൾ, അതായത് ഇമ്മോർട്ടൽസ് ഓഫ് മിലിഹ പോലത്തെ പുസ്തകങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ വളരെ വിറ്റുപോയിട്ടുള്ളതാണ്. എന്നാൽ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ മലയാളം പതിപ്പൊക്കെ 1-2 പോർഷൻ വായിച്ചിട്ട് 3-ാമത്തെ പോർഷൻ വായിക്കാത്ത മലയാളികളാണ് കൂടുതലും മലയാളികൾ. അതായത് ശിവൻ ക്ലൈമാക്സിൽ ന്യൂക്ലിയർ റോക്കറ്റ് വിടുന്നത് വായിക്കാത്ത മലയാളികളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
എത്രത്തോളം പേർക്ക് അത് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ ഒരു ജേണലിലുള്ള പടം മലയാളികൾക്ക് എത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. എന്തായാലും ഈ വരുന്ന ജൂൺ 27 പടം റിലീസാണ്. പടം റിലീസായതിനു ശേഷം നമുക്ക് പടം കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. പടം എന്താകും എന്ന് നമുക്ക് തീരുമാനിക്കാം. നന്ദി, നമസ്കാരം.